ആരാണ് കൗൺസിലർ? ഉപദേശകനല്ല കൗൺസിലർ. മറിമായം ചെയ്യുന്ന ഒരാളല്ല കൗൺസിലർ. എന്തെങ്കിലും റെഡിമെയ്ഡ് പരിഹാരം കൊടുക്കുന്ന ആളല്ല കൗൺസിലർ. വ്യക്തിയുടെ പ്രശ്നത്തിന് പരിഹാരം കാണുവാനുള്ള പ്രാപ്തി ഉണ്ടാക്കി മാറ്റങ്ങൾ ഉണ്ടാക്കുവാനുള്ള, പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കുവാനുള്ള ഒരു വ്യക്തിക്കാണെങ്കിൽ, ഒന്നിച്ചാണെങ്കിൽ അവർക്ക് ഉണ്ടാക്കുവാനുള്ള പ്രവൃത്തിയാണ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. കൗൺസിലിംഗ് റൂം അതുകൊണ്ട് തന്നെ പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുവാനുള്ള ഒരു കേന്ദ്രമാണ്. ഏതെല്ലാം തരത്തിലുള്ള കൗൺസിലിംഗ് ഉണ്ട്? ഒരു കുട്ടിയുടെ വളർച്ചയുടെ ആദ്യഘട്ടത്തിൽ, കുട്ടിക്കാലത്തുള്ള പരീക്ഷ, പഠനം, മറ്റു സാമൂഹിക ബന്ധങ്ങൾ എന്നിവയോടനുബന്ധിച്ച് നിൽക്കുന്ന പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്ന ഭാഗമാണ് ആദ്യ ഭാഗം, കുട്ടിക്കാലം. പ്രശ്നങ്ങളുടെ കാലമാണ് കൗമാരകാലം. അടുത്ത ഭാഗത്ത് കൗമാരകാലത്തെ കുറിച്ചിട്ടുള്ള അന്വേഷണമാണ് നടത്തുന്നത്. കൗമാരം അനുഭവിക്കുന്ന ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്, അവ എങ്ങനെയാണ് പരിഹരിക്കാൻ സാധിക്കുക എന്നുള്ളത്. യൗവനം, വൈവാഹികം എന്നീ രണ്ട് വിഭാഗങ്ങൾ പിന്നീട് വരുന്നു. യൗവനകാലത്തുണ്ടാകുന്ന മാറ്റങ്ങൾ സത്യവും യാഥാർത്ഥ്യവും തമ്മിൽ പൊരുത്തപ്പെടാതെ കിടക്കുമ്പോഴുണ്ടായിരുന്ന മാറ്റങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഈ ഭാഗത്ത് നടത്തുന്നത്. വിവാഹം, വിവാഹത്തിനോടനുബന്ധിച്ചിരിക്കുന്ന പ്രശ്നങ്ങൾ തുടങ്ങിയവ ഈ ഭാഗത്തുണ്ട്. ഒരു കൗൺസിലർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മനസ്സിനെ തിരിച്ചറിയുക എന്നുള്ളത്. ആ മനസ്സിനെ തിരിച്ചറിയുന്നതിനുള്ള ശ്രമമാണ് അടുത്ത ഭാഗത്തുള്ളത്. കൗൺസിലിംഗ് റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്ന അവസാന ഭാഗത്ത് കൗൺസിലിംഗ് എങ്ങനെയാണ് ഫലപ്രദമായി ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കുക എന്നുള്ളത് പറയുന്നു.